നമസ്തേ. അവസാനം നാം ഭഗവത്ഗീതയുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. അവസാന അധ്യായം എന്ന് പറയുന്നത് 18-ാം അധ്യായം. ഇതിൽ 78 ശ്ലോകങ്ങളാണുള്ളത്. ഗീതയിലെ ഏറ്റവും വലിയ അധ്യായമാണിത്. ഗീത ഉപസംഹരിക്കുന്നത് ഈ അധ്യായത്തിലാണ്. മോക്ഷകർമ്മ സന്യാസ യോഗം എന്നാണ് ഇതിൻ്റെ പേര്. അർജുനൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് അധ്യായം ആരംഭിക്കുന്നത്. അർജുനൻ ചോദിക്കുന്നത് സന്യാസത്തിൻ്റെ തത്വം എന്താണ് ഹേ കൃഷ്ണ, അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെ തത്വം എന്താണ്, അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ സന്യാസം എന്താണെന്നും പറയുന്നു, ത്യാഗം എന്താണെന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു ത്യാഗം 3 തരത്തിലുണ്ട്. 3 തരത്തിൽ എന്ന് പറഞ്ഞ് ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്യാഗത്തെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഓരോന്നും എന്താണ്? അതേ രീതിയിൽ തന്നെ ത്യാഗത്തെ പറയുന്നത് പോലെ തന്നെ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനം, കർമ്മം, കർത്താവ്, ബുദ്ധി, ധൃതി, സുഖം എന്നിവയെയും 3ആയി വിഭജിച്ച് ഓരോന്നും എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ചതുർവർണ്ണങ്ങളുടെ ഓരോ വർണ്ണത്തിൻ്റെയും സ്വാഭാവിക കർമ്മങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്നു. ഓരോ വർണ്ണത്തിനും ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വർണ്ണത്തിൻ്റെയും സ്വാഭാവിക കർമ്മങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ് വിശദീകരിക്കപ്പെടുന്നത്. അതായത് ആ കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ അതാത് വർണ്ണത്തിൽപ്പെട്ടവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ വർണ്ണത്തിൽ, ഒരു പർട്ടിക്കുലർ വർണ്ണത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കും ചെയ്യുക. അവരിൽ നിന്നുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ആയിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഒരു കഴിവും ഒരു വിവരവും ഒരു ബുദ്ധിയും ഇല്ലാത്തവർ ഒരു ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് ഇങ്ങനെ ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പ്രാവീണ്യം, അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനകത്ത് അയാൾക്കൊരു പ്രാവീണ്യമില്ലെന്നും അയാൾ അതിന് കൊള്ളത്തില്ലെന്നും ആളുകൾക്ക് മനസ്സിലാകും. അതിൽ നിന്ന് അയാൾ ബ്രാഹ്മണനല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. അതായത് ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ ഇതിനകത്ത് ഭഗവത്ഗീതയിൽ ഇനി പറയാൻ പോകുന്നത്, അതായത് 42, 43, 44 ശ്ലോകങ്ങളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്ന കർമ്മങ്ങൾ ഓരോ വർണ്ണത്തിലും പെട്ട ആളുകൾക്ക് സ്വാഭാവികമാണെന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ആ വർണ്ണത്തിൽപ്പെട്ടവരാണെന്ന് ധരിക്കാൻ പറ്റത്തില്ല. നേരെ തിരിച്ചാണ്. ഒരു വർണ്ണത്തിൽപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകാവുന്ന സ്വാഭാവിക കർമ്മങ്ങൾ ഇതൊക്കെയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അല്ല ഇത് ചെയ്യുന്നവരൊക്കെ ആ വർണ്ണത്തിൽപ്പെട്ട ആളെന്ന് സ്ഥാപിക്കുകയല്ല. അത് പോകട്ടെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ആദ്യം ത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗമുണ്ടെന്ന് പറയുന്നു. ആ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനം, കർമ്മം, കർത്താവ്, ബുദ്ധി, സുഖം എന്നിവയെയും ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്, ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്, 3 വിധം വിഭാഗങ്ങളുണ്ട്, അവ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിശദീകരണവും ശ്രീകൃഷ്ണൻ നൽകുന്നു. അവസാനം ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരാൾ ആത്മസാക്ഷാത്കാരം നേടുന്നത്, അതിലേക്ക് അയാൾ നയിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുകൂടി വിശദീകരിക്കുന്നു. അതായത് മോക്ഷം ഒരാൾ നേടുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നു. അങ്ങനെയാണ് മോക്ഷവും സന്യാസവും. സന്യാസത്തിൽ തുടങ്ങി മോക്ഷത്തിൽ അവസാനിക്കുന്ന ഈ അധ്യായമാണ് മോക്ഷ സന്യാസ യോഗം എന്ന് അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് അർജുനന്റെ ചോദ്യത്തിലേക്ക് പോവാം. അർജുനൻ സന്യാസസ്യ മഹാബാഹു തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. അതാണ് ചോദ്യം. അതായത് സന്യാസത്തിന്റെ തത്വം എന്താണ് ഹേ കൃഷ്ണ, ത്യാഗത്തിന്റെ കർമ്മങ്ങളും എന്താണ്, അത് എന്നോട് പറയണം. ത്യാഗത്തിന്റെ തത്വങ്ങളും എന്നോട് പറയണം. നമ്മൾ സന്യാസത്തെക്കുറിച്ച് നേരത്തെ
പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 5:3 പറയുന്നു, ജ്ഞേയഃ സ നിത്യ സന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കാക്ഷിക്കുകയോ അതുപോലെ തന്നെ ദ്വേഷിക്കാത്തതോ ചെയ്യുന്നു അയാളാണ് വാസ്തവത്തിൽ സന്യാസി എന്ന് 5:3 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദ്വന്ദ്വാത്മകമായിട്ടുള്ള ആ അനുഭവങ്ങളിൽ അതിൽ നിബന്ധിച്ചു പോകാത്തവർ, അതിനാൽ കീഴടക്കപ്പെടാത്തവരാണ് സന്യാസിമാർ എന്നുള്ളതാണ്. ഉറച്ച സമനില പാലിക്കുന്ന, എപ്പോഴും സമനില പാലിക്കുന്ന ആളുകൾ. എന്നിട്ട് പിന്നെ 6:1 പറയുന്നു, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതീയക സന്യാസി ച യോഗി ച, അങ്ങനെ പറയുന്നുണ്ട്. അതായത് കർമ്മഫലത്തെ ആശ്രയിക്കാതെ, അത് കർമ്മഫലം ഇന്നതുപോലെ വരണം അല്ലെങ്കിൽ അത് എനിക്ക് വേണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അയാളാണ് സന്യാസി. ചെയ്യേണ്ടതായ കർമ്മം അയാൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾക്ക് കർമ്മ ഫലം ഇന്നതുപോലെ വരണം അല്ലെങ്കിൽ ആ കർമ്മഫലം എനിക്ക് വേണം എന്നുള്ള ചിന്ത അയാൾക്കില്ല. അതാണ് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയക സന്യാസി ച യോഗി ച എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. 6:1 അത് പറയുന്നത്. അപ്പം സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വന്ദ്വ അനുഭവങ്ങളിൽ പെട്ട് വ്യസനിക്കാത്ത ആളാണ് അയാൾ. ആ ദ്വന്ദ്വാനുഭവങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. ഇവിടെയും പറയുന്നത് എന്താണ്, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും എന്നുള്ളതിന് ചോദ്യത്തിന് കൃഷ്ണൻ പറയാണ്, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കവികൾ, അതായത് വിവരമുള്ള അറിവുള്ളവർ ഇങ്ങനെയാണ് അറിയുന്നത് സന്യാസത്തെ. എങ്ങനെയാണ്? കാമ്യാനാം കർമ്മണാം ന്യാസം, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 ശ്ലോകങ്ങളിലും 5:3 6:1 പറയുന്ന ആ നിർവചനങ്ങൾ വളരെ കറക്റ്റായിട്ട് വരും. അനാശ്രിത കർമ്മഫലം, കാമ്യകർമ്മങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കർമ്മഫലങ്ങളിൽ അയാൾ കർമ്മഫലങ്ങളെ ആശ്രയിക്കുന്നതേ ഇല്ല, അയാളെ അത് ബാധിക്കുന്നതേ ഇല്ല. അപ്പൊ അത് 6:1 5:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5:3 പറയുന്നത് നിത്യസന്യാസം ഇന്ന കാക്ഷതി ഇന്ന ദ്വേഷ്ടി. കാമ്യ ഫലങ്ങളില്ലെങ്കിൽ പിന്നെ അയാൾ ഒന്നിനെ കാക്ഷിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ കാക്ഷിക്കാത്തതുകൊണ്ട് അയാൾക്ക് ദേഷ്യം ഉണ്ടാകുന്നില്ല. അപ്പൊ എല്ലാം ഒരേ ആശയം തന്നെ പല രീതിയിൽ പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. പിന്നെ ത്യാഗം എന്താണ്? സർവകർമ്മ ഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാഹ. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവർ പറയുന്നു, വിചക്ഷണന്മാർ പറയുന്നു, സർവകർമ്മങ്ങളെയും ത്യജിക്കുന്നവനാണ്, സർവകർമ്മ ഫലങ്ങൾ ത്യജിക്കുന്നവനാണ് ത്യാഗി. യഥാർത്ഥത്തിൽ ത്യാഗി എന്ന് പറയുന്നത് അവനാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു, കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ കർമ്മങ്ങൾ തന്നെ ത്യജിക്കണമെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്താൽ ബന്ധനങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഭീതിയാണ് ആളുകൾക്കുള്ളത്, എന്നൊരു തെറ്റിദ്ധാരണയാണ് ആളുകൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാം കർമ്മങ്ങളെല്ലാം ത്യജിക്കണമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ത്യാജ്യം ദോഷവതാണ് കർമ്മം ദോഷവത്തായതുകൊണ്ട് അതിനെ ത്യജിക്കണമെന്ന് ചിലർ പറയുന്നു. ത്യാജ്യം ദോഷവതിയേകേ കർമ്മ പ്രാഹുർമനീഷിണഃ. ത്യാജ്യം ദോഷവതിയേകേ കർമ്മ പ്രാഹുർമനീഷിണഃ. ചില മനീഷികൾ, ചില വിവേകികൾ, അറിവുള്ളവർ, ബുദ്ധിമാന്മാർ പറയുന്നത് എന്താണ്? കർമ്മം ദോഷവത്തായതുകൊണ്ട് അതിനെ ത്യജിക്കണമെന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നു, യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ഒരിക്കലും ത്യജിക്കരുത് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് അറിയുക എന്താണ് ത്യാഗമെന്നുള്ള. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. അതുകൊണ്ട് ഞാൻ പറയാം നിനക്ക് ത്യാഗം എന്താണെന്നുള്ള കാര്യം. നിന്നോട് ഞാൻ ഇപ്പോൾ പറയാം എന്താണ് ത്യാഗം. 3 വിധത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഈ യജ്ഞദാന തപകർമ്മത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, യജ്ഞം ദാനം തപസ്, ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ. അവ ഉപേക്ഷിക്കരുതെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അവ ചെയ്യേണ്ട കർമ്മങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ യജ്ഞവും ദാനവും തപസ്സും ഒക്കെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം എന്നാണ് 18 ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അങ്ങനെ യജ്ഞവും ദാനവും തപസ്സും ഒക്കെ ചെയ്യുമ്പോഴും ഒരു കണ്ടീഷൻ കൃഷ്ണൻ പറയുന്നു. ഏതാന്യപിതു കർമാണി സംഘം ത്യക്ത്വ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. എൻ്റെ നിശ്ചിതമായിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഈ കർമ്മങ്ങൾ യജ്ഞം ദാനവും തപസ്സുമെല്ലാം ഫലവും സംഘവും ഉപേക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. എന്താണ് എൻ്റെ അഭിപ്രായം. എന്നെ ചിന്തിച്ചുറച്ച അഭിപ്രായമാണത്. നിയതസ്യ. ഇനി തുടർന്ന് 3 തരത്തിലുള്ള ത്യാഗത്തെക്കുറിച്ച് പറയും. 3 തരത്തിലുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ത്രിവിധം ആയിട്ടുള്ളത് ത്യാഗോഹി ത്രിവിധ പരികീർത്തിത എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് എന്താണ്? നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോ ഉപപദ്യതേ മഹാത്തസ്യ പരിത്യാഗഃ താമസ പരികീർത്തിതഃ. നിയതസ്യ തു നിയതസ്യ കർമ്മണഃ സന്യാസഃ ന ഉപപദ്യതേ. നിയതമായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാൻ പാടില്ല. അത് നല്ല കാര്യമല്ല. അത് അതിനെ തള്ളാൻ പാടില്ല, അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല, ത്യജിക്കാൻ പാടില്ല എന്നർത്ഥം. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗഃ. മോഹത്താൽ, അതായത് വിവരമില്ലായ്മയാൽ, തെറ്റിദ്ധാരണയാൽ അവയെ പരിത്യജിക്കുന്നത് തീർച്ചയായിട്ടും താമസമായ ത്യാഗമാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ താമസമായ ത്യാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി രാജസമായ ത്യാഗത്തെക്കുറിച്ച് പറയും. ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള, കായികമായിട്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശ ഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ത്യാഗത്തിന്റെ ഫലം കിട്ടത്തില്ല. എങ്ങനെയാണ്? അയ്യോ, ഇത് വലിയ ശാരീരികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും ആ രീതിയിൽ അതിനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ത്യജിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെയുള്ള ത്യാഗത്തിന് രാജസത്യാഗം എന്നാണ് പറയുന്നത്. എന്നാൽ കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. സാത്വികമായിട്ടുള്ള ത്യാഗം ഏതാണ്? അത് ഇത് ചെയ്യേണ്ട കർമ്മമാണ്, നിയതമായിട്ടുള്ള കർമ്മമാണ്. അതൊരാൾ ചെയ്യുന്നു. എങ്ങനെ? സംഘവും അതുപോലെ തന്നെ ഫലവും ത്യജിച്ചിട്ടൊരാൾ ചെയ്യുകയാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ത്യാഗമാണ്. അത് നേരത്തെ പറഞ്ഞു. ഏതാന്യപിതു കർമ്മണി സംഘം ത്യക്ത്വാ ഫലാനി ച എന്ന് പറഞ്ഞ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സംഘം ത്യക്ത്വാ ഫലം ചെയ്യുക. അങ്ങനെ അത് ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് സാത്വികമായിട്ടുള്ള ത്യാഗമാണ്. ഇനി പറയും ത്യാഗി എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്? യഥാർത്ഥത്തിൽ ത്യാഗിയുടെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്താണ്? ദ്വേഷ്ടി അകുശലം കർമ്മ കുശലേന അനുഷജ്യതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ഛിന്ന സംശയ. ദ്വേഷ്ടി അകുശലം, ഒരു നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നന്മയെ ചെയ്യാത്തതാണ് എന്ന് കരുതി ഒരു ചെയ്യേണ്ടതായിട്ട് ഒരു കർമ്മം ചെയ്യാതിരിക്കുക, അതിനോടൊരു ദേഷ്യം തോന്നാതിരിക്കുക, അതിനോട് വെറുപ്പ് തോന്നാതിരിക്കുക. അങ്ങനെയുള്ള ദ്വേഷ്ടി അകുശലം കർമ്മ കുശലേന അനുഷജ്യതേ. കുശലം ഗുണം വരുന്നൊരു കർമ്മം പിന്നെ ചാടിപ്പീടി വീഴുക. അങ്ങനെ അങ്ങോട്ട് ഒരു തരത്തിലും ഒരു വെറുപ്പോ അതുപോലെ തന്നെ ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒരു ആവേശമോ ഒന്നും കാണിക്കരുത്. ത്യാഗി സത്വസമാവിഷ്ടു, നന്മ നിറഞ്ഞ ഒരാളാണത്. സത്വസമാവിഷ്ടു,
അയാളാണ് ത്യാഗി, ശരിക്കും നന്മ നിറഞ്ഞ ഒരു ത്യാഗി എന്ന് പറയുന്ന അയാളാണ്. അയാൾ ബുദ്ധിയുള്ളവനാണ്, സംശയങ്ങളെല്ലാം ഒഴിഞ്ഞവനാണ്. ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു ത്യാഗിയെ കുറിച്ച് ഒരു കാര്യം. ഇനി ത്യാഗം എന്താണ്, ത്യാഗി എന്ന് പറയുന്ന കൃത്യമായിട്ട് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 18, 11 നഹി ദേഹഭൃതാശക്യം രക്തം കർമാണ്യശേഷത. ഈ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. കാരണം എന്ന് പറഞ്ഞാൽ ദേഹത്തോടു കൂടി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും ത്യജിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത് ജീവിക്കണമെങ്കിൽ അത് 3-ാം ശ്ലോകത്തിൽ തന്നെ, 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ദേഹത്തെ നിലനിർത്തുന്നതിന് പോലും കർമ്മം ആവശ്യമാണ്. അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം എന്ന് അവിടെ തന്നെ ഉപദേശിക്കുന്നുണ്ട്. ഇവിടെയും അത് തന്നെ പറയുന്നു. ഒരു കൃത്യമായിട്ടൊരു തത്വമായിട്ട് പറയണം. ഹി ദേഹഭൃതാശക്യം. ദേഹഭൃത്ത് എന്ന് പറഞ്ഞ ദേഹത്തെ എടുത്തവൻ, ദേഹമുള്ളവൻ എന്നൊരു അർത്ഥം. ശക്യം സാധ്യമല്ല. തെക്തും കർമാണി അശേഷത. കർമ്മങ്ങളെ മൊത്തമായിട്ട് കളയാൻ ഒരാൾക്കും ത്യജിക്കാൻ ആർക്കും സാധ്യമല്ല. യസ്തു കർമ്മഫലത്യാഗി സത്യാഗീധി അഭിധീയതേ. കർമ്മഫലത്യാഗിയാണെങ്കിലും അയാള് കർമ്മഫലത്തെ ത്യജിക്കുന്നതിനാണെങ്കിൽ അയാളാണ് ശരിക്കും ത്യാഗി. ഇത് തന്നെയാണ് സർവകർമ്മ ഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാഹ. നേരത്തെ ആദ്യം തന്നെ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞതിനകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. ഇനി പറയുന്ന കർമ്മങ്ങൾക്ക് 3 തരത്തിലുള്ള ഫലങ്ങളുണ്ടാകാം. അനിഷ്ടമായിട്ടുള്ള ഉണ്ടാകാം, ഇഷ്ടമായിട്ടുള്ളതാണോ, രണ്ടും ചേർന്നും വരാം. ഇത് സന്യാസികൾക്ക് ഇതൊരു പ്രശ്നമല്ല. എല്ലാം ഉപേക്ഷിച്ചതിന് പിന്നെ എന്ത് ഫലം എങ്ങനെ വന്നാലും എന്താണ്, അവനതൊരു പ്രശ്നമല്ല. അവൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവകർമ്മ ഫലവും ത്യജിച്ചവനാണ്, ത്യാഗിയാണ് അവൻ ഇതൊന്നും ഒരു പ്രശ്നം. കാമ്യകർമ്മങ്ങളെ തന്നെ ഉപേക്ഷിച്ചവനാണ്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചവന് പിന്നെ ഫലം എങ്ങനെ വന്നാൽ എന്താണ്, അവൻ ഇതൊന്നും ഒരു കാംക്ഷതി ദ്വേഷ്ടി. അതുകൊണ്ട് അവൻ ഇതൊരു പ്രശ്നമല്ല. അപ്പൊ 2 തരത്തിലുള്ള മറ്റുള്ളവർക്കാണ്, സന്യാസി അല്ലാത്തവർക്കുള്ളതാണ് ഈ അനിഷ്ടമായിട്ടുള്ളതും ഇഷ്ടമായിട്ടുള്ളതും മിശ്രമായിട്ടുള്ളതും 3 തരത്തിലുള്ള കർമ്മഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ അത് ബാധിക്കുന്നു. കർമ്മങ്ങൾ ഉണ്ടാകുന്നത് 5 കാരണങ്ങളാണെന്ന് 18, 13 ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറയുകയാണ്. പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിമോധമേ. എന്നിൽ നിന്ന് ഇത് ബോധിക്കൂ, ഇത് കേട്ടു അറിയൂ. എന്താണ്? 5 കാരണങ്ങളാണ് സർവകർമ്മങ്ങൾക്കും ആധാരമായിട്ട് വരുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം. വിവിധ തരത്തിലുള്ള കരണങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന രീതിയാണ് കരണം എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. കർത്താവുണ്ട്. അത് തന്നെ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 3ആയി വിവിധാച്ച പൃഥക് ശേഷം വിവിധ രീതിയിൽ ചെയ്യും. അതിന് ചേഷ്ടകൾ, വിവിധ രീതിയിലുള്ള ചേഷ്ടകൾ. പിന്നെ നമ്മൾക്ക്, അതായത് ഈ നമുക്ക് അതീതമായിട്ടുള്ള ഘടകങ്ങൾ, ദൈവികമായിട്ടുള്ള ഘടകങ്ങൾ. അങ്ങനെ 5 ഘടകങ്ങൾ ചേർന്നാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കർമ്മഫലത്തെ എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അവകാശപ്പെടാൻ അർഹതയില്ല എന്നുള്ളത്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ നിശ്ചിത അനുപാതത്തിൽ നിശ്ചിത ഊഷ്മാവിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും എന്നുള്ള ഒരു തത്വമുണ്ട്. അത് പ്രകൃതിയിലുള്ള തത്വമാണ്. പക്ഷെ അത് ഞാനാണ് ചേർത്ത് വെച്ചത്, അതുകൊണ്ട് എൻ്റെതാണ് ആ വെള്ളം എന്ന് ഒരാൾക്കും പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഒന്നാമത് അതിന് അനുസരിച്ചുള്ള ഈ ഹൈഡ്രജനും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യം, ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ നിശ്ചിത അനുപാതത്തിൽ സംയോജിച്ചാൽ ജലമായി മാറും എന്നൊരു പ്രോപ്പർട്ടി, എന്നൊരു സവിശേഷത അതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. അതാണ് ദൈവികമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അത് പ്രകൃതിയാ വരുന്നതാണ്. അതിനാണ് ദൈവികമായിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്വാഭാവിക സവിശേഷതയിൽപ്പെട്ട ഒരെണ്ണമാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു അധികാര അതിർത്തികളിലേക്ക് അപ്പുറം സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ഈ
ദൈവം എന്ന് ഇതിനകത്ത് പറയുന്നത്. 5 കർമ്മങ്ങൾ ഉണ്ടാകുന്നതിൽ 5 ഘടകങ്ങളുള്ളിൽ ദൈവികമായിട്ടുള്ള ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് ഇവിടെ പറയാൻ കാരണം അതാണ്. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, ന്യായമായാലും വിപരീതമായാലും അതിനെല്ലാം ഈ 5 ഘടകങ്ങൾ ബാധകമാണ്. ഇവയിൽ കൂടിയാണ് 5 എല്ലാം ഉണ്ടാകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതിജന്യമാണെന്ന് ഓർക്കണം. ഈ 5 ഘടകങ്ങളും 5 ഘടകങ്ങൾ ഒന്ന് ദൈവികമായിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം ഈ കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് വാസ്തവത്തിൽ പ്രകൃതി നിന്നുണ്ടാകുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവാണ് കർമ്മം ചെയ്യുന്നതെന്ന് ആരും പറയാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ അറിയുന്നവന് അവൻ ശരിക്കുള്ള വസ്തുതകളെ അറിയുന്നവനല്ല എന്നർത്ഥം. ഇനി പറയുന്നു, ഇപ്പം ത്യാഗത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ കർമ്മത്തെക്കുറിച്ച് ചില ഒരു സൂചനകൾ നൽകി, കർമ്മത്തിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു. ഇനി അറിവ്, ജ്ഞാനം, കർമ്മം, കർത്താവ്, ഇതും ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 വീതമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, വിഭാഗം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറയുന്നു. അതിലെ ജ്ഞാനമാണ് അടുത്ത ആദ്യമായിട്ട് എടുക്കുന്നത്. സർവഭൂതേഷു ഏനൈകം ഭാവം അവ്യയം ഈക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. സർവഭൂതങ്ങളിലുമുള്ള ഏകമായ ഭാവത്തെ കാണുന്ന ആ ജ്ഞാനമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമമായ ജ്ഞാനം, സാത്വികമായ ജ്ഞാനം. ഈ വിഭക്തമായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തിൽ എല്ലാത്തിലും വിഭക്തമായി കാണപ്പെടുന്ന എല്ലാറ്റിലും അവിഭക്തമായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട്, ഒരു ഏകത്വമുണ്ട്. ആ ഏകത്വത്തെ കാണുന്ന ജ്ഞാനമാണ് സാത്വികമായ ജ്ഞാനം. ഇനി രാജസമായ ധാനമോ, ഓരോന്നിലും ഉള്ളതിനെ പ്രത്യേകമായിട്ടാണ് അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ വിഭജിച്ചിരിക്കുന്ന ഓരോ വസ്തുവിലും കാണുന്നത് പ്രത്യേകം മനസ്സിലാക്കുന്നതാണ് രാജസമായിട്ടുള്ള ജ്ഞാനം. പൃഥക്വേന തു യജ്ഞാനം, പൃഥക്വേന എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് തന്നെ, നാനാഭാവാൻ പൃഥക് വിധാൻ, ഓരോ ഭാവങ്ങളെയും പ്രത്യേകം ഭാവങ്ങളായിട്ട് കാണുക. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അത് അവൻ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളെ അവൻ മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനം, അത് അറിവ് കിട്ടുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് രാജസമായിട്ടുള്ള ജ്ഞാനം. നാനാഭാവൻ പൃഥക് വിധാൻ വേത്തി സർവേഷു ഭൂതേഷു, ഓരോ ഭൂതത്തിലും പ്രത്യേകം കാണുന്ന കാര്യങ്ങളെ, ഭാവങ്ങളെ അതേ രീതിയിൽ വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് രാജസമായ ജ്ഞാനം. ഇനി താമസമായിട്ടുള്ള ജ്ഞാനം, യക്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവത് അല്പം ച തത് താമസമുദാഹരണം. താമസജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു വസ്തുവിൽ എല്ലാം ഉണ്ട്, എല്ലാത്തിനെയും ഒരുമിച്ച് കാണും. ഒരു വസ്തുവിലുള്ളത് തന്നെയാണ് എല്ലായിടത്തും എന്ന് വെച്ചാൽ ആ ഭാവങ്ങൾ അതുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അയാൾക്ക് ഒരു വൈവിധ്യം പോലും കാണാൻ പറ്റുന്നില്ല. അതിനെ വൈവിധ്യം കാണുമ്പോഴാണ് അതിനപ്പുറത്തുള്ള ഏകമായിട്ടുള്ള ഒരു ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അയാളിപ്പോ ഒരു മനുഷ്യൻ, എല്ലാവരെയും അതുപോലെ തന്നെ കാണും. ആ മനുഷ്യന്റെ തന്നെ പ്രത്യേകത, ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അറിഞ്ഞ് അയാളെ മാനിക്കുകയോ അല്ലെങ്കിൽ മാനിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ അയാൾക്കറിഞ്ഞ തിരിച്ചറിവില്ലായ്മയാണ്. ആ തിരിച്ചറിവില്ലായ്മയ്ക്ക് കാരണമായിട്ടുള്ള അറിവ് എന്താണോ അതാണ് താമസമായിട്ടുള്ള അറിവ്, താമസമായിട്ടുള്ള ജ്ഞാനം. ഇനി കർമ്മത്തെക്കുറിച്ച് പറയുന്നു. കർമ്മവും ഇതുപോലെ 3 തരത്തിലുണ്ട്. നിയതം, സംഗരഹിതം, അരാഗദ്വേഷതകൃതം, അഫലപ്രേപ്സന കർമ്മ യത്തത് സാത്വികമുച്യതേ. അതായത് നിയതമായിട്ടുള്ള കർമ്മം, വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം, സംഗരഹിതമായിട്ട് ചെയ്യുക, അതായത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ചെയ്യുക. ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളത്. രാഗദ്വേഷങ്ങൾ നമുക്ക് അതിനോട് വലിയ ആഭിമുഖ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് ദ്വേഷ്യവുമില്ല. അങ്ങനെ നമ്മൾ വിധിക്കപ്പെട്ട ഒരു കർമ്മത്തെ ചെയ്യുന്നു. അഫലപ്രേപ്സന, ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാത്വികമായിട്ടുള്ള കർമ്മമാണ്.
അപ്പം രാജസമായിട്ടുള്ള കർമ്മം എന്താണ്? ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നു. അഹങ്കാരത്വം, അത് ഞാനാണ് ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവത്തിൽ ചെയ്യുന്നു. അതാണ് രാജസമായിട്ടുള്ള കർമ്മം. ഇനി താമസമായിട്ടുള്ള കർമ്മം എന്താണ്? വരും വരാഴികകളെ കുറിച്ചൊന്നും അറിയാതെ ഇതിന് ശേഷം ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് ഒരു ചിന്തിക്കാതെ ഒരു വിവരക്കേടുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് അത്. താമസ കർമ്മമാണ്. മണ്ടത്തരം പ്രവർത്തിക്കുക, അതാണ് താമസമായിട്ടുള്ള കർമ്മം. ഇനി ഓരോരോ കർമ്മം ചെയ്യുന്നതിന് കർത്താവ് ഉണ്ടാവുമല്ലോ. ആ കർത്താക്കന്മാർ തന്നെ 3 തരത്തിലുണ്ട്. പലതരത്തിലുള്ള കർത്താക്കളാണുള്ളത്. മുക്തസംഗോ അനഹംവാദി. അപ്പൊ അത് ഒരു സാത്വികമായിട്ടുള്ള കർമ്മങ്ങളിൽ തന്നെ നമ്മൾ ഊഹിച്ചെടുക്കാവുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അയാൾ ആ കർത്താവിൻ്റെ മുക്തസംഗോ അനഹംവാദി ധൃതി ഉത്സാഹ സമന്വിത സിദ്ധ്യ അസിദ്ധ്യോർ നിർവികാര കർത്താ സാത്വികമുച്ചത് 18:26 എന്ന് പറഞ്ഞാൽ സംഘമില്ല, ഒരു അഹങ്കാരമില്ല, മറ്റേ രാജസ കർമ്മം ചെയ്യുന്ന പോലുള്ള ഒരു അഹങ്കാരമില്ല, നല്ല നല്ല ഉത്സാഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്, നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ധൃതി ഉത്സാഹ സമന്വിത. പിന്നെന്താണ്? സിദ്ധി അസിദ്ധ്യോർ നിർവികാരക. ഫലം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, പക്ഷെ ഞാൻ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ഞാൻ ചെയ്യും, ചെയ്യാതിരിക്കത്തില്ല. ഫലം ഉണ്ടാകത്തില്ലെന്ന് പേടിച്ച് ചെയ്യാതിരിക്കത്തില്ല. ഫലം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിൽ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കത്തില്ല. ഇത് തന്നെയാണ് അത് സാത്വികനായ കർത്താവ്. ഇനി രാജസനായ കർത്താവ് എന്താണ്? അയാൾക്ക് ഈ കർമ്മങ്ങളോട് ഒരു അഭിനിവേശമുണ്ട്, കർമ്മഫലം അയാൾക്ക് വേണം. ആ രീതിയിലാണ് ഹിംസാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ് അയാൾക്കുള്ളത്. അയാൾ ഈ സുഖദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാൾ അതിൽ പെട്ട് ഉഴലും. അങ്ങനെയുള്ളതാണ് രാജസമായിട്ടുള്ള കർമ്മം. ഈ താമസ കർത്താവ് എന്ന് പറയുന്നതിന് അയാൾ വളരെ സ്ലോയില് ഒരു ഡിസോണസ്റ്റ് ആയിട്ടൊക്കെ, ഒരു സത്യസന്ധതയില്ലാതെയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രാകൃത രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ആളാണ് താമസ കർത്താവ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ജ്ഞാനം, കർത്താവ്, കർമ്മം. ജ്ഞാനം, കർമ്മം, കർത്താവ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഇപ്പം പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ധൃതി, അതുപോലെ തന്നെ ബുദ്ധി. ഇത് രണ്ടും എങ്ങനെയാണ് എന്ന് പറയുന്നത്. ബുദ്ധേർ ഭേദം ഹൃദയർ ചെയ്വ ഗുണത ത്രിവിധം ശൃണു പ്രൗച്യമാനമശേഷേണ പൃഥക്വേന ധനഞ്ജയ. ഞാൻ നല്ല ഓരോന്നും തിരിച്ച് പ്രത്യേകം വിശദമായിട്ട് ഞാൻ പറയാം. ബുദ്ധി എങ്ങനെയുള്ളതാണ്? 3 തരത്തിലുള്ള ബുദ്ധിയുണ്ട്. ധൃതി, അതും 3 തരത്തിലുള്ളതുണ്ട്. ബുദ്ധി എന്താണ്? പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാവേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. ബുദ്ധി എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യേണ്ടത് എപ്പോഴാണ്, അതിൽ നിന്ന് വിടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്, ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ഏതാണ്, ചെയ്താത്ത കർമ്മം ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ബന്ധം ഉണ്ടാക്കുന്ന ഏതാണ്, മോക്ഷം കിട്ടുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മത്തിൽ നിന്നും കർമ്മത്തിൽ നിന്ന് ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കർമ്മത്താൽ ബന്ധിക്കപ്പെടാത്തത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന അതിന് സഹായിക്കുന്ന ബുദ്ധിയാണ് സാത്വികമായ ബുദ്ധി. ഇനി രാജസമായ ബുദ്ധി എങ്ങനെയാണ്? ധർമ്മവും അധർമ്മവും ഒക്കെ അറിയാം, പക്ഷെ വേണ്ടവണ്ണം അറിഞ്ഞുകൂടാ. അയഥാവത് പ്രജാനാദി ബുദ്ധി സാ പാർത്ഥ രാജസ്യ. ആ ബുദ്ധിയാണ്, അതായത് എല്ലാം ധർമ്മവും അധർമ്മവും ഒക്കെ കൃത്യമായിട്ട് അറിയാം, പക്ഷെ വേണ്ട വിധത്തിൽ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളതാണ് രാജസമായിട്ടുള്ള ബുദ്ധി. പക്ഷെ താമസമായിട്ടുള്ള ബുദ്ധി എന്താണ്? ധർമ്മത്തെ അധർമ്മമായിട്ട് കാണും. അങ്ങനെയുള്ളവര്, അവർ എല്ലാത്തിനും വിപരീതമായിട്ട് കാണുന്നവർ, അവരാണ് അങ്ങനെ കാണിക്കുന്ന ബുദ്ധിയാണ് താമസമായിട്ടുള്ള ബുദ്ധി. അത് 18:32 പറയുന്നു. തലതിരിഞ്ഞവര്, അതാണ് താമസ ബുദ്ധിയുള്ളവര്.
ഇനി ധൃതി എന്താണ്? ധൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ അതാണ് ധൃതി. നമുക്ക് ചില ധാരണ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ അതിനെ വിശകലനം ചെയ്യുന്നതും പിന്നെ മനസ്സിലാക്കുന്നതൊക്കെ ആ ധാരണകളുടെ പുറത്താണ്. ആ ധാരണയ്ക്കാണ് ധൃതി എന്ന് പറയുന്നത്. ഇവിടെ 3 തരത്തിൽ ധൃതി ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് സാത്വികി, രാജസി, അതുപോലെ തന്നെ താമസി. അപ്പൊ ഈ ധൃതി എന്ന് പറയുന്നത് എന്താണ് സാത്വികമായിട്ടുള്ള ധൃതി? ധൃത്യായയാധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ യോഗേന അവ്യഭിചാരിണ്യ ധൃതി സാ പാർത്ഥ സാത്വികി. അങ്ങനെയുള്ള ധൃതിയാണ്. എങ്ങനെയാണ്? ധാരയത മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ, മനസ്സിനെയും പ്രാണനെയും പഞ്ചപ്രാണനകളെയും പഞ്ച ഇന്ദ്രിയങ്ങളെയും അവയുടെ എല്ലാം വ്യാപാരങ്ങളെ യോഗം കൊണ്ട് ഒരു ഉറപ്പിച്ചു നിർത്തുന്ന, അവ്യഭിചാരണം, ചാഞ്ചല്യമില്ലാതെ നിലനിർത്തുന്ന ആ ധൃതി ഉണ്ടല്ലോ, ആ ധാരണയുണ്ടല്ലോ, അതാണ് സാത്വികമായിട്ടുള്ള ധൃതി എന്ന് പറയുന്നത്. യയാതു, അടുത്തത് രാജസമായിട്ടുള്ള ധൃതിയെക്കുറിച്ച്. യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരേതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസി. ഒരു മോശമായിട്ടുള്ള ഉദ്ദേശ്യത്തോടു കൂടി ധർമ്മത്തെയും കാമത്തെയും അർത്ഥത്തെയും, ധർമ്മ അർത്ഥ കാമങ്ങളെ ധരിച്ചു വെച്ചിരിക്കുക, ഉള്ളിൽ ധരിച്ചു. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്താലും ഈ ധർമ്മ അർത്ഥ കാമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ ചെയ്യുന്നത്. അയാൾക്ക് അന്നേരം ഫലങ്ങളെ ഇച്ഛിച്ച് തന്നെയാണ് അയാൾ എല്ലാം ചെയ്യുന്നത്. അതാണ് ധർമാർത്ഥ കാമങ്ങളെ അയാൾ മനസ്സിൽ ഉള്ളിൽ ധരിച്ചു വെച്ചിരിക്കുന്ന അയാൾ ആ രീതിയിലാണ്. അതാണ് അത്തരത്തിലുള്ള ധൃതി ഒരാൾക്കുണ്ടെങ്കിൽ ആ ധൃതിയെയാണ് രാജസമായിട്ടുള്ള ധൃതി എന്ന് പറയുന്നത്. ഇനി താമസമായിട്ടുള്ള ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയവും ശോകവും വിഷാദവും മതം അഹങ്കാരം ഇതൊന്നും അയാളെ വിട്ടുമാറാത്ത അതൊക്കെയാണ് അയാളുടെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള ധൃതിയാണ് താമസമായിട്ടുള്ള ധൃതി. ഇനി സുഖം എന്തൊക്കെയാണെന്ന്, സുഖം 3 തരത്തിലുണ്ടെന്ന് പറയുന്നു. സുഖം അത് കൃത്യമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അതായത് 18, 37, 38, 39 ശ്ലോകങ്ങളിലാണ് ഈ ധൃതി സുഖം എങ്ങനെയാണെന്ന് പറയുന്നത്. നോക്കുക. യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. അത് യഥാർത്ഥത്തിൽ സാത്വികമായിട്ടുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ആത്മബുദ്ധി പ്രസാദജം, മനസ്സിനും നമുക്ക് തന്നെ ഒരു ബുദ്ധിക്കും എല്ലാം എന്താണ് പ്രസാദമുണ്ടാക്കുന്നതാണ്, നമ്മുടെ തെളിച്ചമുണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ആദ്യം തോന്നും എത്തത് അഗ്രേ, ആദ്യം എന്താണ് വിഷമാണെന്ന്, അത് മോശമാണ്, വേണ്ട എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ മനസ്സിലാക്കി വെച്ച് ആ സുഖം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ പരിണാമേ അമൃതോപമം, അതിൻ്റെ പരിണാമം, അതിന് ശേഷം അതിൽ നിന്ന് സുഖമാണ്, അന്ന് അമൃത തുല്യമായിട്ടുള്ള സുഖം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സുഖത്തെയാണ് സാത്വികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത്. ആദ്യം വലിയ ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ ആയിരിക്കും. പിന്നെ കുറെ കാലം കഴിയുമ്പോഴാണ് ഇത് കൊള്ളാവില്ല, അന്ന് നമ്മൾ ചെയ്തത് നന്നായിപ്പോയി, ഇന്നിപ്പോൾ അതുകൊണ്ടല്ലേ നമ്മളിപ്പം ഇത്രയും ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ആദ്യം കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ശരി, പിന്നീട് നമുക്കത് നന്മ വരുത്തുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖം. എന്നാൽ രാജസമായിട്ടുള്ള സുഖം എന്താണ്? വിഷയേന്ദ്രിയ സംയോഗാത്, വിഷയവും ഇന്ദ്രിയവും, അതായത് ഭോഗം, വിഷയേന്ദ്രിയ സംയോഗാത് എത്തത് അഗ്രേ അമൃതോപം. അപ്പം വളരെ സന്തോഷമായിട്ട് വളരെ ആകർഷകമായിട്ട് തോന്നും, അമൃതോപമാണ്. പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. അങ്ങനെയുള്ള സുഖം എന്ന് പറയുന്നത് രാജസമായിട്ടുള്ള സുഖമാണ്. നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും കാണുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്ങനെ അനുഭവിച്ചിട്ടുള്ളതുമായിരിക്കും. നമ്മൾ അന്നേരം ഉണ്ടാകുന്ന ഒരു സുഖത്തിന് വേണ്ടി ഓരോരോ കാര്യങ്ങളെടുത്ത്
ചെയ്യും, ആലോചനയില്ലാതെ ചെയ്യും. പിന്നീട് കുറെ കഴിയുമ്പോൾ അതിന്റെ പരിണത ഫലങ്ങൾ വരുമ്പോഴാണ് ഇതുപോലൊരു നരകം, നമ്മൾ ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, വലിയ പശ്ചാത്താപം ഉണ്ടാക്കുന്ന രീതിയിൽ അതിന്റെ ഫലം ക്രമേണ ക്രമേണ പരിണമിച്ചു വരും. ഇത് അങ്ങനെയുള്ള സുഖമാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ കാണാൻ വയ്യോ, കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലുക, കുഞ്ഞിനെ കൊല്ലുക. അത് അന്നേരം ആ കാമുകനോടുള്ള ജീവിതത്തിനുള്ള സുഖം ചിന്തിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് പോലീസ് കേസായി ജീവിതം മുഴുവൻ കോടതികളിലും അതുപോലെ തന്നെ ജയിലുകളിലും ചെലവഴിക്കേണ്ടി വരുമ്പോഴാണ് ഇത് നരകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷയേന്ദ്രിയ സംയോഗാത് എത്തത് അഗ്രേ അമൃതവും പരിണാമേ വിഷമിവ. ഇന്നും പരിണാമം വരുമ്പോഴാണ് ഇത് വലിയ കഷ്ടമായി, ഞാനൊരു തെറ്റായ പ്രവൃത്തിയാണ് ചെയ്തു പോയെന്നുള്ള ഇത് ചിന്ത വരുന്ന അപ്പോഴാണ്. അങ്ങനെയുള്ള സുഖമാണ് രാജസമായിട്ടുള്ള സുഖം. ഇനി താമസമായിട്ടുള്ള സുഖം അത് എങ്ങനെയാണ്? ഏത് അഗ്രേച്ച അനുബന്ധേച്ച, അത് ആദ്യവും അവസാനവും ഒക്കെ മോഹിപ്പിക്കുന്നതാണ്, വിവരമില്ലാതാക്കുന്നതാണ്. എന്നാൽ നിദ്ര ആലസ പ്രമാദോത്ഥം തത്താമസമൃതം, നിദ്രയും ആലസ്യവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഉറക്കം, ചില ആളുകൾ അങ്ങ് ഉറക്കമാണ്, ഉറങ്ങി അങ്ങനെ ഒരു സുഖമാണ്. അത് മനുഷ്യന് ഒരു മോഹങ്ങളിലേക്ക്, അതായത് വിനാശത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് നിദ്രയും ആലസ്യം, മടി, പ്രമാദം എന്ന് പറഞ്ഞാൽ ഓരോന്നിങ്ങനെ ഈ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, അതൊക്കെയാണ്. അതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെങ്ങാനും ചെയ്യാവുന്നേ, അതാണ് പ്രമാദം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഇല്ലെങ്കിൽ ഇപ്പം വയ്യ, അതാണ് ആലസ്യം. നിദ്ര, പിന്നെ ഉറങ്ങി സുഖിക്കുക. ഇതുകൊണ്ടൊക്കെ ഒരു സുഖം കിട്ടും. കാരണം എന്ന് പറയാൻ അന്നേരം പലതും ഒഴിവാക്കാം, പ്രയാസം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പലതും ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സുഖം എന്ന് പറയുന്നത് താമസമായിട്ടുള്ള സുഖമാണ്. ഇനി നമ്മൾ പതുക്കെ ഈ കാതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു വലിയ ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം ശ്രീകൃഷ്ണൻ ഇവിടെ നടത്തിയാണ്. 18:40 തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഫി സ്യാത് ത്രിഭിർഗുണൈഹി. 3 ഗുണങ്ങളിൽ, അതായത് പ്രകൃതിജന്യമായ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തമായ യാതൊന്നും ഭൂമിയിലുമില്ല, സ്വർഗത്തിലുമില്ല, എങ്ങുമില്ലെന്ന്, ദേവന്മാരുടെ ഇടയിൽ പോലും ഇല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ സകലതും, പ്രകൃതിയോട് കൂടിയ സകലതിലും എന്തുണ്ട്? അത് ത്രിഗുണങ്ങളുമുണ്ട്. ഓരോ ജീവിയിലും ഓരോ വസ്തുവിലും ത്രിഗുണങ്ങളുണ്ട് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ച അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എല്ലാ ജീവികളിലുമുണ്ട് ത്രിഗുണങ്ങൾ. പിന്നെ എന്താണ് വ്യത്യാസം? അവയുടെ പരസ്പര അനുപാതത്തിലാണ് വ്യത്യാസം. ഓരോ ജീവിക്കും അവരുടേതായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അതനുസരിച്ചാണ് അയാളുടെ വ്യക്തിത്വവും അയാളുടെ സകല കാര്യങ്ങളും രൂപപ്പെടുന്നത്. അങ്ങനെയാണ്. അതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. സുഖമായാലും അതുപോലെ തന്നെ ജ്ഞാനമായാലും ധൃതിയായാലും അതുപോലെ തന്നെ എന്ത് കാര്യമായാലും, ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന എന്ത് കാര്യമായാലും, കർമ്മവുമായാലും, അയാളുടെ കർത്താവായിട്ട് വരുമ്പോൾ അയാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതാണ്. ഇതെല്ലാം അയാളുടെ ത്യാഗമനോത്സവം എങ്ങനെയാണ്, ഇത് എല്ലാം ഈ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ത്രിഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഗുണാനുപാതം വ്യത്യസ്തമാണ്. ഒരു ഫിംഗർ പ്രിന്റ് പോലെ ഓരോരുത്തർക്കും ഓരോരോ അനുപാതമാണ് ഉള്ളത്. അത് ജന്മനാ ഉള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും അത് മാറ്റാനും പറ്റത്തില്ല. പക്ഷെ ഈ ഗുണങ്ങൾക്ക് അതീതനായി ഇത് അറിഞ്ഞ് ഗുണങ്ങളുടെ സ്വാധീനത്തിനും വഴങ്ങാതെ, അതിന് കീഴ്പ്പെടാതെ, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് മുക്തനായിട്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. അയാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റും. അയാൾ അങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് അങ്ങനെയുള്ള ആളിനെയാണ് ഗുണാതീതൻ എന്ന് വിളിക്കുന്നത്. അതും നാം 14-ാം അധ്യായത്തിൽ കണ്ടതാണ്. അയാൾ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് വിഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ആളുകൾ ചെയ്യുന്ന എല്ലാം ഗുണകർമ്മങ്ങളാണ്. ഗുണങ്ങൾക്ക് വിധേയമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ.
ഇനി പറയുന്നു, ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈഹി. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളുടെയും സ്വാഭാവിക കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി, കർമ്മങ്ങൾ വിഭജിക്കപ്പെടുന്നു. സ്വഭാവപ്രഭവൈർ ഗുണൈഹി, സ്വഭാവപ്രഭവൈർ ഗുണൈഹി, സ്വഭാവപ്രഭ അയാളുടെ ഈ പ്രകൃതിയുള്ള ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഓരോ വർണ്ണത്തിലുമുള്ള ആളുകളുടെ സ്വാഭാവിക കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരാൾ ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്തെന്ന് കരുതി, ഒരാരെങ്കിലും ചെയ്തെന്ന് കരുതി അയാൾ ഇത് ബ്രാഹ്മണനായെന്ന് വരത്തില്ല. ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ ആദ്യം പറയുന്നു. അത് അങ്ങനെ അത് ചെയ്തെന്ന് വിചാരിച്ച് അത് ബ്രാഹ്മണനാകണമെന്നില്ല. ബ്രാഹ്മണനാകുന്നതിനുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ആദ്യമായിട്ട്. അതിനനുസരിച്ച് അയാളുടെ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ രണ്ടുകൂടെ ചേരുമ്പോഴാണ് അയാൾ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വർണ്ണവിഭജനത്തിന് വിധേയനാകുന്നതും അങ്ങനെ അയാൾ അതത് വർണ്ണങ്ങളിൽ പെടുന്നതും. ഗുണാതീതനായിട്ടുള്ള ഒരാൾക്ക് ഈ വർണ്ണവിഭജനം ബാധകമല്ല എന്നും നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് സന്യാസിമാർക്കൊന്നും ഈ വർണ്ണവിഭജനം ബാധകമല്ല. ഗുണാതീതമായിട്ടുള്ള ആത്മാവിനും വർണ്ണവിഭജനം ബാധകമല്ല. അവർണനായിട്ടുള്ള ആളാണ് ആത്മാവാണ്. ആത്മാവ് അവർണനായിട്ട് ഒന്നേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അത് ആത്മാവാണ്, ഈശ്വരനാണ്. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഇനി ബ്രാഹ്മണന്റെ സ്വാഭാവിക കർമ്മങ്ങൾ നോക്കാം. ഒരാള് അങ്ങനെ സ്വന്തം ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ അയാൾ ബ്രാഹ്മണനാണ് എന്ന് ഉണ്ടെങ്കിൽ അയാളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന കർമ്മങ്ങളാണ് ഇത്. അല്ലാതെ ഇത് ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ് തിരിച്ചു പറയാൻ പറ്റാതെ. റിവേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് മറ്റേതാണ്. അതായത് ഒരു ബ്രാഹ്മണനായിട്ടുള്ള ആളിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളാണ് ഇത്. ഇനി അത് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം. ഒരാള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഉണ്ടാകുന്ന പെർഫെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവൻ ഇതിനായിട്ട് ജനിച്ചവനാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ഡോക്ടർ കഴിവില്ലെങ്കിലും ചില ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ഡോക്ടർ ആകുന്നുണ്ട്. ഒരു കൃത്യമായിട്ട് ചികിത്സ അറിഞ്ഞുകൂടാത്ത ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അവര് ചികിത്സിക്കുമ്പോഴറിയാം. അവരുടെയൊക്കെ ഒരു പ്രാവശ്യം പോകുമ്പോഴറിയാം. അങ്ങനെയുള്ളവരുടെയൊക്കെ പിന്നെ അവർക്ക് വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നീട് ജനങ്ങൾ പറഞ്ഞു അയാൾ ശരിയല്ല എന്ന് പറഞ്ഞ് അവരുടെ ചികിത്സ തെറ്റിപ്പോവുക. അയാളുടെ പ്രവൃത്തികളിൽ നിന്ന്, അയാളുടെ പ്രൊഫഷനിലുള്ള പ്രാവീണ്യം കണ്ടിട്ട് അയാൾ യഥാർത്ഥത്തിൽ എന്താണ്, അയാൾക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടോ, അയാൾക്കുള്ളൊരു ജന്മവാസനയുണ്ടോ എന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാക്കാം. അതും അയാളുടെ പ്രവൃത്തിയും കൂടെ തീരുമാനിക്കുന്നതാണ് അയാളുടെ വിഭാഗം, ചാതുർവർണ്ണ വിഭാഗം. ഇനി പോട്ടെ, നമുക്കിതിപ്പം ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ നോക്കാം. ശമോദമസ്തപശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമം വേണം. ശമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു നിയന്ത്രണം വേണം. ദമം, നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. തപസ്, അതുപോലെ തന്നെ ശൗചം, ശുദ്ധി വേണം. അതൊക്കെ ഞാൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ശാന്തി, അതായത് ക്ഷമ, അടക്കം, ശാന്തി ആർജവമേവച്ച, ഋജുത്വം വേണം. വാക്കിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒരേ സമാനത വേണം. അതാണ് ആർജവം, ഋജുത്വം. ജ്ഞാനം വേണം, ജ്ഞാനവും വിജ്ഞാനവും വേണം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിരപേക്ഷമായിട്ടുള്ള അറിവ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വസ്തു സംബന്ധമായിട്ടുള്ള അറിവ്, ആസ്തിക്യം. അതുപോലെ തന്നെ, അതായത് ഒരു എണ്ണത്തിൽ നമ്മൾ നിഷേധാത്മകമായിട്ടുള്ള നിലപാടല്ല, നാസ്തികത്വമല്ല. നാസ്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഒരു ബോധത്തോടുകൂടി പോവുക. അങ്ങനെയുള്ളവർക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ഒന്നും ലഭിക്കുകയുമില്ല. ഉണ്ട്,
അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസത്തോടെ പോകുന്നവന് ആ സാധ്യതയ്ക്ക് അനുസരിച്ച് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയിരിക്കും. ബ്രഹ്മകർമ്മ സ്വഭാവജം. അപ്പൊ എങ്ങനെയാണ്? 18:42 ഈ ശ്ലോകം. സമോദമ തപശൗചം ക്ഷാന്തിരാർജവമേവച്ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇനി അടുത്തത് ഈ ക്ഷത്രിയന്മാരുടെയാണ്. ശൗര്യം തേജോ ധൃതിർ ദാക്ഷ്യം യുദ്ധേ ചാപ്യ അപലായനം ദാനം ഈശ്വരഭാവസ്ഥ ക്ഷത്രകർമ്മ സ്വഭാവജം. എന്താണ്? ശൗര്യം തേജോ, ശൗര്യമുള്ളവനായിരിക്കണം, നല്ല തേജസ് ഒരു സ്ട്രെങ്ത് ഉള്ളവനായിരിക്കണം. അതുപോലെ ധൃതി, നേരത്തെ പറഞ്ഞു. ദാക്ഷ്യം, എവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഉറച്ചിരിക്കുന്നവര് ആയിരിക്കണം. ഉറപ്പ് വേണം, നെഞ്ചുറപ്പ് വേണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപലായനം, യുദ്ധേ ചാപ്യ അപലായനം, യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടാൻ പാടില്ല. ദാനം കൊടുക്കുന്നവനായിരിക്കണം. ഈശ്വരഭാവം എന്ന് വെച്ചാൽ അവൻ അതിലൊരു അധികാരഭാവമുള്ളവനായിരിക്കണം. ക്ഷത്രകർമ്മ സ്വഭാവജം. ഇതാണ്, ഇത്രയും ഗുണങ്ങളാണ് ഒരു ക്ഷത്രിയന് വേണ്ടത്. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ അപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം. ഇനി വൈശ്യന്റെയും ശൂദ്രന്റെയും കർമ്മങ്ങൾ പറയുന്നു. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കൃഷി ഉണ്ട്, ഗോരക്ഷ അതായത് കന്നുകാലികളെ വളർത്തല്, വാണിജ്യം, ഇതെല്ലാം വൈശ്യന്റെ സ്വാഭാവിക കർമ്മങ്ങളാണ്. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ശൂദ്രന്റെ സ്വാഭാവികമായിട്ടുള്ള കർമ്മം എന്താണ്? സ്വഭാവജം എന്ന് പറയുന്നുണ്ട്. എന്താണ്? പരിചര്യ. ഈ ഇപ്പം ബ്രാഹ്മണന്മാരുടെ പറഞ്ഞു, ക്ഷത്രിയന്മാരുടെ പറഞ്ഞു, അതുപോലെ വൈശ്യന്മാരുടെയും പറഞ്ഞു. ഇതൊക്കെ മുഴുവൻ അവർ തന്നെ ചെയ്യുന്നതല്ല, അവർക്ക് സഹായികളെ ആവശ്യമാണ്. അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സഹായികളെ ആവശ്യമുണ്ട്. അതായത് ഈ അതത് വിഷയത്തിൽ, അതായത് തൊഴിലിൽ പ്രാവീണ്യമില്ലാത്തവരായിട്ടുള്ള കായിക അധ്വാനികളെ ഇവർക്കൊക്കെ ആവശ്യമുണ്ട്. അത് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ശൂദ്രന്മാരെന്ന് പറയുന്നത്. അല്ലാതെ അവര് മറ്റവരുടെ കാല് തിരുമാനും കൈ തിരുമാനും പോകുന്നവരല്ല. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അതല്ല, ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൃത്തിയിൽ, അവരുടെ പ്രവൃത്തിയിൽ സഹായം കായികമായിട്ടുള്ള സഹായം കൊടുക്കുക. അതാണ് ശൂദ്രന്റെ പണി. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലാത്തവനാണ്, പഠിക്കാനുള്ള കഴിവില്ലാത്തവനാണ്. അങ്ങനെ സമൂഹത്തിലുള്ളവരാണ് ശൂദ്രന്മാർ. കാരണം ചില ആൾക്കാർ അത് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പഠിക്കത്തില്ല, അവർക്ക് അതിനുള്ള പ്രാവീണ്യമില്ല, എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല, അത്ര തന്നെ. അങ്ങനെയുള്ളവർ ശൂദ്രന്മാരായിട്ട് ഒരു കായികമായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റൊന്നിനും അവർക്ക് യോഗ്യയില്ല. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും MBAയും BAയും ഒക്കെ പാസ്സായാലും അവരെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഈ കായികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്കത് മടിയാണ്. അപ്പോഴെന്താണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ആ കായികമായിട്ടുള്ള പണി ചെയ്ത് അവര് ദിവസം 1000 രൂപ വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. 10-50,000 കോടി രൂപയാണ് ഒരു വർഷം അങ്ങനെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നഷ്ടപ്പെടുന്നതെന്നാണ് കണക്ക്. അതുപോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇതാണ് ഓരോ 4 വർണ്ണങ്ങൾക്കുമുള്ള സ്വാഭാവിക കർമ്മം. എല്ലായിടത്തും പറയുന്നുണ്ട്. 42 പറയുന്നുണ്ട് സ്വഭാവജം, ബ്രഹ്മകർമ്മ സ്വഭാവജം, ക്ഷത്രകർമ്മ സ്വഭാവജം, പിന്നെന്താണ്, വൈശ്യകർമ്മ സ്വഭാവജം, കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഇപ്പൊ 4 പേരുടെയും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കർമ്മങ്ങളാണത്. ആ രീതിയിൽ വർണ്ണത്തിൽപ്പെട്ട ഒരാളിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളാണ്, ഉണ്ടാകാവുന്ന കർമ്മങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാതെ അത് ചെയ്യുന്നവര് ശൂദ്രനോ, അത് ചെയ്യുന്നവര് വൈശ്യരോ ക്ഷത്രിയനോ അല്ലെങ്കിൽ ബ്രാഹ്മണനോ ആകുമെന്നല്ല, നേരെ തിരിച്ചാണ്. ശ്രേഷ്ഠ കർമ്മണ്യ അഭിരതക. ഇത് ഇനി മോക്ഷം കിട്ടാൻ, ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ ആരും മറ്റ് കർമ്മങ്ങൾ, ബ്രാഹ്മണന്റെ കർമ്മം ചെയ്താലേ മോക്ഷം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നും ഈ ഗീതയിൽ പറയുന്നില്ല, എന്നൊന്നും നിർബന്ധമില്ല. അതാണ് നമ്മുടെ യുക്തി പറയുന്നത്.
അതാണ് ഇനി ഇപ്പൊ ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ കർമ്മണ്യേവ അധികാരസ്ഥെ മാ ഫലേഷു കർമ്മ കഥാചന സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതി. കർമ്മയോഗമാണ് നമ്മളുടെ ഏറ്റവും കർമ്മികൾക്കുള്ള, നമ്മൾ കർമ്മം ചെയ്യുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ മാർഗദർശക തത്വം എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. അത് സംഘമില്ലാതെ ഫലത്തിൽ അധികാരം ചെലുത്താതെ കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കാലക്രമേണ ജ്ഞാനമുണ്ടാകും. ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കും. അയാൾക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാനും പറ്റും. ഇതാണ് ഈ ഗീതയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന കർമ്മം ചെയ്താലേ പറ്റത്തുള്ളൂ എന്നൊരു ഒരു നിർദ്ദേശമേ അല്ലെങ്കിൽ ഒരു 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 പ്രഖ്യാപനമേ ഗീതയിലില്ല, നമ്മുടെ ഹിന്ദു ആത്മീയ ചിന്തയിലുമില്ല. എല്ലാവർക്കും അവരവരുടെ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് മോക്ഷത്തെ പ്രാപിക്കാം. അതാണ് ഈ 18:45 ശ്ലോകത്തിൽ പറയാം. സ്വേ സ്വേ കർമ്മണ്യ അഭിരതക സംസിദ്ധിം ലഭതേ നരക സ്വകർമ്മ നിരതസിദ്ധിം യഥാ വിന്ദതി തത്സൃണു. സ്വേ സ്വേ കർമ്മണ്യ അഭിരതക, അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംസിദ്ധിം ലഭതേ നരക, അവർക്ക് കിട്ടും, സിദ്ധി കിട്ടും. സിദ്ധി എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യ സിദ്ധി കിട്ടും. അവിടെ നിന്നാണ് ഈ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ആദ്യത്തെ പടി. അവിടെ നിന്നാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. ഈ സംസിദ്ധിം ലഭതേ നരക, അവരവരുടെ കർമ്മം ചെയ്യുന്നതിൽ കൂടി തന്നെ ഈ നൈഷ്കർമ്മ്യ സിദ്ധി ആളുകൾക്ക് പ്രാപിക്കാൻ പറ്റും. സ്വകർമ്മ നിരത സിദ്ധിം, സ്വകർമ്മ നിരതനായ ഒരാൾ ഈ സിദ്ധിയെ എങ്ങനെ പ്രാപിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം, നീ കേട്ടോ. യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവക. ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്, ഏതിനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, സ്വന്തം കർമ്മം കൊണ്ട് അതിനെ ഉപാസിച്ചാൽ സിദ്ധി കിട്ടും എന്നാണ് പറയുന്നത്. ഈശ്വരോപാസനം ചെയ്യുക, ആത്മോപാസന ചെയ്യുക, ഇത് തന്നെയാണ്. എങ്ങനെ സ്വന്തം കർമ്മം കൊണ്ട് അത് ചെയ്താൽ മതി. അത് സ്വന്തം കർമ്മം കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞു. അതായത് അവനവന്റെ ഈ സംഘം ഇല്ലാതെയും കർമ്മങ്ങളിൽ അധികാരം ചെലുത്താതെയും കർമ്മങ്ങൾ ചെയ്യുക, ഫലങ്ങളിൽ അധികാരം ചെലുത്താതെയും കർമ്മം ചെയ്യുക. അങ്ങനെയാണ് ഈ ഈശ്വരനിൽ എല്ലാം അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ശ്രേയാൻ, വീണ്ടും നമ്മൾ 3:35 കണ്ട ശ്ലോകം ഇവിടെ വീണ്ടും എടുത്തു ചേർത്തിരിക്കുന്നു. 18:47 ശ്രേയാൻ സ്വധർമ്മോ വിഗുണക. നമ്മൾ പല ആവർത്തി പറഞ്ഞാണ് വിഗുണകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പരധർമാത് അനുഷ്ഠിതാത്, മറ്റ് ധർമ്മങ്ങളെക്കാൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന മറ്റു ധർമ്മങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, നന്നായി ചെയ്യുന്ന മറ്റ് കർമ്മങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ വിഗുണകർമ്മങ്ങൾ ചെയ്യുന്നതാണ്. വിഗുണം ഞാൻ പറഞ്ഞു, ഗുണങ്ങൾക്ക് അതീതമായിട്ട് നിന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഗുണകർമ്മങ്ങളെക്കാൾ ഏറ്റവും മെച്ചം അതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ 3:35 കണ്ടത്. ഇനി സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഒരു കാര്യം കൂടി ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്, ഇത് 3:35 ഇല്ല. സ്വഭാവനിയതം കർമ്മ, സ്വഭാവം തന്നെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മൾ കഴിവിനനുസരിച്ചുള്ള കർമ്മം ചെയ്തെന്ന് വിചാരിച്ച് ആരും പാപത്തെ ഒന്നും പ്രാപിക്കത്തില്ല. വിഗുണകർമ്മം ചെയ്താൽ മതി. വിഗുണകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവര് അങ്ങനെയുള്ളവര് നമ്മള് സ്വഭാവനിയതമായിട്ടുള്ളത്, അതായത് ഒരു പഠിപ്പില്ല, അതിനുള്ള ബുദ്ധി ഇല്ലാത്തവൻ ഓടിച്ചാടി കയറി എനിക്ക് ജ്ഞാനം സമ്പാദിക്കണം, വിജ്ഞാനം സമ്പാദിക്കണം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞങ്ങോട്ട് ചാടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. അവനെ കൊണ്ട് കഴിയുന്ന കർമ്മങ്ങൾ ചെയ്തു തന്നെ അവന് ഈ സിദ്ധി പ്രാപിക്കാം. അതിനവൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിഗുണമായിട്ട് ചെയ്യുക കർമ്മങ്ങൾ. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഈ വിഗുണകർമ്മങ്ങൾ ഒരു ഗുണവും ഇല്ലെങ്കിലും കർമ്മം ചെയ്യണമെന്നുള്ളതല്ല. അത് ഞാൻ അന്ന് ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 3:35 ശ്ലോകം പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ അർത്ഥം. ഒരു ഗുണവുമില്ലാത്ത എന്നുള്ളതല്ല. ആ ഒരു അർത്ഥത്തിൽ ഈ ഗുണം എന്ന വാക്ക് ഭഗവത്ഗീതയിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല.
എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണും. എവിടെയും പ്രയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു അല്പ് തിൽപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഈ ഗുണം വിഗുണം എന്നുള്ള വാക്കുകൾ ഇതിനകത്ത് ഭഗവത്ഗീതയിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല. ഗുണം എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദമാണ്. ത്രിഗുണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ത്രിഗുണങ്ങൾക്ക് വിധേയമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഗുണകർമ്മങ്ങൾ. അത് 3:28 ഒക്കെ അത് കൃത്യമായിട്ട് ആ ഗുണകർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ 3:35 വിഗുണകർമ്മത്തെ പരാമർശിക്കുന്നുണ്ട്. അത് അവിടെ 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 വിട്ടേക്കാൻ നമുക്ക്. സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിന ത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവ ആവൃത. എന്റെ കർമ്മം വളരെ മോശമാണെന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട. എല്ലാ കർമ്മങ്ങളിലും ആ ദോഷമുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ബന്ധനത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ദോഷം. അല്ലാതെ എൻ്റെ കർമ്മം ഞാൻ കൂലിപ്പണി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വെറും കായികാധ്വാനമാണ് ചെയ്യുന്നത്, അത് മോശം കർമ്മമല്ലേ എന്നൊരു ചിന്തയെ പാടില്ല. അങ്ങനെ ചിന്ത വരുന്നതാണ് അധമത്വ ബോധം ഉണ്ടാക്കുന്നത്. എന്നൊരു ചിന്തയെ പാടില്ല. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ഈശ്വരാർത്ഥമായിട്ട് ചെയ്യുക. അതാണ് നമ്മൾ വേണ്ടത്. സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിന്ന ത്യജ. ദോഷത്തോടു കൂടി ആണെങ്കിലും എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ പൊതുവെ ദോഷത്തോടു കൂടിയാണ്. അത് ഒരിക്കലും സഹജം കർമ്മ കൗന്ദേയ. അപ്പൊ അത് സഹജം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും മോശപ്പെട്ട കർമ്മം, നിന്റെ കർമ്മം മോശമാണെങ്കിലും നീ ചെയ്തു എന്നല്ല ഈ പറയുന്നത്. നിന്റെ കർമ്മം എത്ര മികച്ചതാണെങ്കിലും ഈ സദോഷമാണ്, ദോഷത്തോടു കൂടിയതാണ്. അങ്ങനെ ദോഷത്തോടു കൂടിയാണെങ്കിലും നീ കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ കർമ്മങ്ങൾക്ക് ദോഷമുണ്ട് എന്നുള്ളത് കൊണ്ട് നീ അതിനെ കളയരുത്, ചെയ്യാതിരിക്കരുത് എന്നാണ്. ഇത് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. യജ്ഞദാന തപകർമ്മ നത്യാജ്യം എന്ന് പറയുന്നുണ്ട്. ദോഷവത്തായതുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കണമെന്ന് ഒരു പക്ഷമുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത് യജ്ഞദാന തപകർമ്മം അത് നത്യാജ്യം എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവസാനം ശ്രീകൃഷ്ണൻ ആലോചിച്ചിട്ട് നിശ്ചിതമായിട്ടുള്ള തൻ്റെ അഭിപ്രായം പറയുന്നു. ഇവ ജനങ്ങളെ പരിശുദ്ധരാക്കുന്നതിനുള്ള മാർഗമാണ് പാവനാനി മനീഷിണ. മനുഷ്യരെ പരിശുദ്ധരാക്കുന്നതിനുള്ളതാണ് ഇത്, ഈ യജ്ഞദാന തപക്കർമ്മം. പക്ഷെ അവ ചെയ്യുമ്പോഴും സംഘം പാടില്ല, ഫല ഇച്ഛ പാടില്ല, ഫലത്തിൽ അധികാരം പാടില്ല. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ ആവർത്തിച്ച് പറയാണ്. കർമ്മം അതിന് സഹജമായിട്ടുള്ളത് തനിക്ക് ചെയ്യാൻ പറ്റും. സഹജമായിട്ട് നമുക്ക് നിയതമായി വരുന്ന കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം. കർമ്മങ്ങളെല്ലാം ദോഷമുണ്ട് എന്നാണ്. പക്ഷെ അത് ത്യജിക്കരുത്, കർമ്മം ത്യജിക്കരുത്. കർമ്മം നിങ്ങൾ ചെയ്യണം. അതിനെ വേറൊരു തത്വം കൊണ്ട് സമർത്ഥിക്കുക, ഒരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കണം. സർവാരംഭാഹി ദോഷേണ. കൃത്യമായിട്ട് പറയാണ് എല്ലാ കർമ്മങ്ങളും സർവാരംഭം എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അതെല്ലാം ദോഷങ്ങൾ കൊണ്ട് ആവൃതമാണ്. എങ്ങനെ? അഗ്നി എന്ന് പറയുന്നത് പുക കൊണ്ട് ആവൃതമായിട്ടുള്ളത് എങ്ങനെയാണോ അതുപോലെ എല്ലാ കർമ്മങ്ങളും ഈ ദോഷങ്ങൾ കൊണ്ട് ആവൃതമാണ്. അതുകൊണ്ട് ദോഷമുണ്ടെന്ന് കരുതി ഒരു കർമ്മവും ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങളത് ചെയ്യണം. ഇനി പറയുന്നു, ഇനി 49 മുതൽ 50, ഇത് 48ാമത്തെ ശ്ലോകമാണ്. ഇനി 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിലാണ് നമ്മൾ ഇതിപ്പോ ഒരു വലിയ നീണ്ട 78 ശ്ലോകങ്ങളുള്ള ഒരു അധ്യായമായതുകൊണ്ട് ഇതൊരു നീണ്ട എപ്പിസോഡായിരിക്കും. സമയം ഇത്രയും നീണ്ടു പോകുന്നതിൽ എനിക്കൊരു പ്രയാസമുണ്ട്. എന്നാലും ഞാനത് കട്ട് ചെയ്യുന്നില്ല, അത് തുടരുകയാണ്. ഇപ്പം 59 മിനിറ്റായി, 1 മണിക്കൂറോളം ആകുന്നു. കാണുന്ന ആളുകൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കാണുന്നെങ്കിൽ കാണട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇനി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം വരികയാണ്. 59 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇതാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വിവിധ പടികൾ ഇവിടെയാണ് വിശദീകരിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊക്കെ പറയുന്നത് നൈഷ്കർമ്മ്യ സിദ്ധിയാണ് എന്ന് ഞാൻ പലയിടത്തും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുകയാണ്, ഇവിടെ തുടങ്ങുകയാണ്. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ
നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി. ഒരാൾ സന്യാസം കൊണ്ട് നേടുന്ന സിദ്ധി എന്താണ്? നൈഷ്കർമ്മ്യ സിദ്ധിയാണ്. എങ്ങനെയുള്ളവരാണ് അത് നേടുന്നത്? അസക്ത ബുദ്ധി, അതായത് സംഘമില്ലാത്ത ആൾ, സർവത്ര ജിതാത്മാ, അസക്ത ബുദ്ധി സർവത്ര എന്നുവെച്ചാൽ ഏതിലും ഒരു ആസക്തി ഉള്ളവനല്ല അയാൾ. അതുപോലെ തന്നെ തന്നെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുള്ളവനാണ്. വിഗത സ്പൃഹ, അയാൾക്ക് കാമങ്ങളില്ല, അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹമില്ല, അതാണ് സ്പൃഹ. വിഗത സ്പൃഹ ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ആളുകൾ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ ആപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഏത് ജ്ഞാനത്തിൻ്റെയും അവസാനത്ത് ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്? സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ ആപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പര. ഈ ബ്രഹ്മപ്രാപ്തിയാണ് ഒരു ജ്ഞാനിക്ക് ചെന്നെത്താവുന്ന പരമാവധി സ്ഥാനം എന്നാണ് പറയുന്നത്. അത് ഈ സിദ്ധി പ്രാപിച്ച ഒരാൾ എങ്ങനെയാണ് ആ ബ്രഹ്മപ്രാപ്തി നേടുന്നത് എന്ന് ഞാനിപ്പോൾ പറയാണ്. സിദ്ധി പ്രാപിച്ച ആളിനുള്ള ഉപദേശമാണ്. ബുദ്ധ്യായ വിശുദ്ധയാ യുക്തോ, വിശുദ്ധമായ ബുദ്ധിയോടുകൂടി, ധൃതി ആത്മാനം നിയമ്യച്ച, തന്നിൽ തന്നെ ശ്രദ്ധ ഉറപ്പിച്ച്, ശബ്ദാദീൻ വിഷയാം സ്തക്ത്വ, അത് വിഷയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച്, രാഗദ്വേഷവും വ്യുതസ്യച്ച, രാഗദ്വേഷാദി ദ്വന്ദ്വങ്ങളെല്ലാം കളഞ്ഞ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃതിയാത്മാനം നിയമ്യച്ച, ശബ്ദാദീൻ വിഷയാം സ്തക്ത്വ രാഗദ്വേഷൗ വ്യുതസ്യച്ച, രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കണം, ബുദ്ധി വിശുദ്ധമാക്കി വെക്കണം, അതുപോലെ തന്നെ തന്നിൽ തന്നെ മനസ്സുറപ്പിക്കണം, ശബ്ദാദി വിഷയങ്ങളെ കളയണം, ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് എന്താണ്? വിവിക്ത സേവി ലഘുവാശി. വിവിക്ത സേവി എന്ന് വെച്ചാൽ മറ്റ് ആൾക്കൂട്ടത്തിലൊക്കെ പോവാതെ ഒഴിഞ്ഞു നിൽക്കുക. ലഘു ആശി എന്ന് വെച്ചാൽ ലഘുവായിട്ടുള്ള ഭക്ഷണമൊക്കെ ലഘുവായിട്ട് കഴിക്കുക. യഥവാക്കായ മാനസക, മനസ്സും വാക്കും എല്ലാം നിയന്ത്രിച്ച് നിർത്തുക. ധ്യാനയോഗ പരോ നിത്യം, നിത്യവും ധ്യാനയോഗത്തിൽ വ്യാപൃതനായിരിക്കുക. വൈരാഗ്യം സമുപാശ്രിത, വൈരാഗ്യത്തെ സ്വീകരിക്കുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി, മറ്റുള്ളതിലൊന്നും വലിയ ആസക്തി ഇല്ലാതിരിക്കുക. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമോ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. അഹങ്കാരം ബലം ദർപ്പം. ദർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതാണെന്നുള്ള ഭാവം. ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം. എന്നുവെച്ചാൽ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ കൈവശ വസ്തുക്കൾ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുള്ള കൈവശം വെച്ചുകൊണ്ടിരിക്കുക, എല്ലാം ഉപേക്ഷിക്കുക. പരിഗ്രഹം, ഇതെല്ലാം ഉപേക്ഷിക്കുക. വിമുച്ച നിർമ്മമനായിട്ടിരിക്കുക, ശാന്തനായിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരാള് ബ്രഹ്മഭൂയായ കൽപ്പത, അയാൾക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഘട്ടങ്ങളെല്ലാം കടന്നു വരുമ്പോഴാണ് ബ്രഹ്മത്തിലേക്ക് എത്തുക. ബ്രഹ്മഭൂത പ്രസന്നാത്മാ. ബ്രഹ്മഭൂതനായി കഴിഞ്ഞാൽ പിന്നെന്താണ്? അയാള് പ്രസന്നാത്മാവാണ്, അതായത് പ്രസന്ന മനസ്സോടുകൂടിയവനാണ്. ന ശോചതി ന കാക്ഷതി. അയാൾ പ്രസന്നനാണ്. പ്രസന്നൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശാന്തി ലഭിച്ചിരിക്കുന്നത്. അയാൾക്കൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിയ ചാഞ്ചാട്ടമില്ല. അയാൾക്ക് എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണ്. അയാൾക്ക് ശൗചം, അതായത് ശോചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദുഃഖമില്ല. പിന്നെ അതുപോലെ തന്നെ അയാൾ കാക്ഷിക്കുന്നതുമില്ല. കാക്ഷിക്കുമ്പോഴാണല്ലോ സുഖ ദുഃഖങ്ങളുണ്ടാകുന്നത്. അങ്ങനെയുള്ള ദുഃഖവും അയാൾക്കില്ല. സമ സർവേഷു ഭൂതേഷു മത്ഭക്തിം ലഭതേ പരാം. എല്ലാ ഭൂതങ്ങളിലും സമത്വത്തോടുകൂടി വർത്തിക്കുന്ന അയാൾക്ക് എന്നോട് ഭക്തി ഉണ്ടാകുന്നു. അപ്പോഴാണ് ബ്രഹ്മഭൂതനായിട്ടുള്ള ഒരാൾക്കാണ് ഈ ആത്മാവിനോട് ഭക്തി ഉണ്ടാവുക എന്നർത്ഥം. അയാൾ സമബുദ്ധിയോട് കൂടിയവനാണ്. അയാൾ
പ്രസന്ന ആത്മാവാണ്, പ്രസന്ന ചിത്തനാണ്. അയാൾക്ക് ദുഃഖമോ സുഖമോ അയാളെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് ചൈതന്യത്തോട് ആഭിമുഖ്യം ഉണ്ടാകും, ഭക്തി ഉണ്ടാകും. ഭക്തിയാമാം അഭിജാനാദി. ആ ഭക്തി കൊണ്ട് അയാൾ എന്നെ അറിയും. എന്താണ്? യാവാൻ, എത്രത്തോളം, ഞാൻ ആരാണ്? യാവാൻ യശ്ചാസ്മി സത്വതഃ, തത്വപരമായിട്ട് അറിയും ഞാൻ ആരാണ്, എത്രത്തോളമാണ് ഞാൻ എൻ്റെ ശക്തി എന്നുള്ളത് അയാൾ അറിയും. തതോ മാം തത്വതോ ജ്ഞാത, ഇപ്രകാരം തത്വപരമായിട്ട് എന്നെ അറിഞ്ഞ് അയാൾ എന്നിൽ പ്രവേശിക്കുന്നു, അയാൾ എന്നെ പ്രാപിക്കുന്നു. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം ഈ പടികളെല്ലാം പറഞ്ഞ, ആദ്യം നൈഷ്കർമ്മ്യ സിദ്ധി, പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ വിശുദ്ധമായ ബുദ്ധിയോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി എല്ലാത്തിനും ഉപേക്ഷിച്ച് ഏകാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി പിന്നെ ധ്യാനയോഗം നടത്തി, പിന്നെ അവിടുന്ന് അഹങ്കാരവും ബലവും ദർപ്പവും ആദികളെല്ലാം ഉപേക്ഷിച്ച് അയാൾ ബ്രഹ്മഭൂതനാകുന്നു. എന്നിട്ട് അവിടുന്ന് സമചിത്തയോടി, ആഗ്രഹങ്ങളില്ലാതെ സർവഭൂതങ്ങളിലും സമബുദ്ധിയോടുകൂടി അയാൾ വർദ്ധിക്കുന്നു. അങ്ങനെ ആത്മാവിനോടുള്ള ഭക്തി ഉണ്ടാവുന്നു. ആ ഭക്തി മൂലം അയാൾ ആത്മാവ് എന്താണ്, എത്രത്തോളമാണ് ആത്മചൈതന്യത്തിൻ്റെ പ്രഭാവം എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ തത്വപരമായിട്ട് ആത്മാവിനെ അറിഞ്ഞു ആത്മാവിൽ പ്രവേശിക്കുന്നു. ഇതാണ് ഇത്രയാണ്. അതാണ് മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. മോക്ഷ സന്യാസ യോഗം എന്ന് പറയുന്നത് ഈ പ്രകാരമാണ്. ഇത് ഏത് കർമ്മമായാലും സർവ്വകർമ്മങ്ങളും അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്യാം. പക്ഷെ ഈ ഭക്തി മൂലം അയാൾക്ക് ഇതിനെല്ലാം കവച്ച് വെച്ച് അയാൾക്ക് സാക്ഷാത്കാരം നേടാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. 55 വരെയുള്ള ശ്ലോകങ്ങളിലാണ് അത് പറയുന്നത്. 56, 57 ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇനി നിനക്ക് ഇങ്ങനെ ഒന്നും, ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇനി നീ ഇത് യുദ്ധം ചെയ്യത്തില്ലെന്നൊക്കെ വിചാരിക്കുന്ന വൃഥാവിലാണ്. നിന്റെ സ്വാഭാവികമായിട്ടുള്ള നിന്റെ പ്രേരണ തന്നെ പ്രേരണ കൊണ്ട് തന്നെ നീ യുദ്ധം ചെയ്യും എന്ന് അയാളോട് പറയുന്നു. എന്നിട്ട് 1861 പറയുകയാണ്, ഈ സ്വാഭാവികമായിട്ടുള്ള നീ ഈ കർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധനായി തീരും എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണ്? ഇത് കാര്യം പറയുകയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പല ആവർത്തി ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത. അതുപോലെ തന്നെ 15-ാം അധ്യായത്തിൽ 15-15 പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം ഇപ്പോഴും കൃത്യമായിട്ട് ഓടി വരുന്നില്ല. പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വര സർവഭൂതാനാം, സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശത്തിൽ തിഷ്ഠതി. അർജുന, ഹൃദ്ദേശത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. മായ കൊണ്ട് ഭ്രമിപ്പിച്ചുകൊണ്ടാണ് ഈശ്വരൻ ഈ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഹൃദയം എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്, ഇനി വീണ്ടും വീണ്ടും പറയുന്നില്ല. സർവഭൂതങ്ങളെയും മായയാകുന്ന യന്ത്രത്താൽ, മായയാകുന്ന മായ കൊണ്ട്, സ്വന്തം മായ കൊണ്ട് ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരൂഢമായ പാവകളെ പോലെ ഈ സർവഭൂതങ്ങളെയും ഈശ്വരൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ആ ഈശ്വരനെ തന്നെ, തന്നിൽ തന്നെയുള്ള ഈശ്വരനെ, സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലുണ്ടല്ലോ, ആ തമേവ, ആ ഈശ്വരനെ തന്നെ ശരണം ഗച്ഛ സർവഭാവേന ഭാരത, എല്ലാ ഭാവങ്ങളും കൊണ്ട് അതിനെ ശരണം പ്രാപിക്കുക. തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അതിൻ്റെ പ്രസാദത്താൽ പരമമായ ശാന്തിയെ പ്രാപിക്കൂ. എങ്ങനെയാണ്? അതാണ് പറയുന്നത്. തന്നിലേക്ക് തന്നെ നോക്ക്. തന്നിൽ തന്നെ ഉണ്ട് ഈശ്വരൻ. അതിനെ തന്നെ നോക്കണമെന്നാണ് പറയുന്നത്. അതിനെ തന്നെ ശരണം പ്രാപിക്കുക. വെളിയിലോട്ട് നോക്കേണ്ട കാര്യമില്ല. തന്നിൽ ഉള്ള ഈശ്വരാംശത്തെ, ഈശ്വരൻ അവിടെ ഉണ്ട്,
ഉള്ളിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധഹൃദയത്തിൽ, ബോധഹൃദയത്തിലുണ്ട്. അങ്ങോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രസാദത്തിൽ വേണം നീ ശാശ്വതമായ ശാന്തി പ്രാപിക്കേണ്ടത്. അല്ലെ അതായത് എന്തായാലും നമ്മൾ നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈശ്വര അംശത്തിന്റെ പ്രസാദത്താൽ തന്നെയാണ്, നമ്മളിലുള്ള ഈശ്വരന്റെ പ്രസാദത്താൽ തന്നെയാണ്. നമ്മളല്ലേ എത്ര കിടന്ന് പരിശ്രമിച്ചാലും നമുക്ക് വേറെ ബാഹ്യമായിട്ടുള്ള ഈശ്വരനിൽ നിന്ന് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ചടങ്ങുകളും എല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അതിനെ ഉണർത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അത് ഉണർന്ന് അത് നമ്മളിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിച്ച് ആണ് നമുക്ക് കാമ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിത്തരുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിത്തരുന്നത്. ഇവിടെ പറയുന്ന പറഞ്ഞാൽ നമ്മൾ പരമമായ ശാന്തിയെ പ്രാപിക്കുന്ന അതിനെ ആശ്രയിച്ചാണ് എന്നർത്ഥം. ഇതല്ലേ നമുക്ക് വേണ്ടത്. ഇതിത്തെ ജ്ഞാനമാഖ്യാതം, ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഗുഹ്യാത് ഗുഹ്യതരം മയാ, ഗുഹ്യാത് ഗുഹ്യതരമാണ്, ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. വിമർശേത അശേഷേണ, ഇതിനെക്കുറിച്ച് നല്ല വിമർശനം നടത്തി, നല്ലവണ്ണം ചിന്തിച്ച്, നല്ലവണ്ണം നിരൂപിച്ച്, യഥേച്ഛസി തഥാ കുരു, എന്നിട്ട് നിനക്ക് എന്തു തോന്നുന്നു വെച്ചാൽ, എന്ത് ചെയ്യണമെന്നാണ് നിനക്ക് എന്നിട്ട് തോന്നുന്നത് അത് ചെയ്യൂ എന്നാണ്. 18:63. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതശേഷേണ യഥേച്ഛസി തഥാ കുരു. അപ്പൊ അത് പരമമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുത്തിരിക്കുകയാണ്. അതൊരു ഫ്രീ വില്ല് തന്നിരിക്കുകയാണ് ഗീത. ഗീത മാത്രമല്ല, ഉപനിഷത്തുകളും അങ്ങനെ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഉപനിഷത്തുകൾ നമുക്ക് പരമായ സ്വാതന്ത്ര്യം നൽകുന്നു. നമ്മളെല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുകയാണ്. ആ ഒരു പരിഗണന, ആ ഒരു ബഹുമാനം എല്ലാ ജീവികൾക്കും നൽകുന്നുണ്ട്. അല്ലാതെ നികൃഷ്ടമായിട്ട് കാണുന്നില്ല. കുറെ ആൾക്കാരെ നികൃഷ്ടമായിട്ട് കാണുകയും കുറെ ആൾക്കാരെ മെച്ചമായിട്ട് കാണുകയും ചെയ്യുന്നതല്ല. എല്ലാവരിലും സമത്വം ദർശിക്കുന്ന ചൈതന്യം. ഇവിടെയും സമം സർവേഷു ഭൂതേഷു, അങ്ങനെയുള്ളവനാണ് ഈശ്വരപ്രാപ്തിക്കുള്ള അവകാശം. അങ്ങനെ ആ ഒരു മനോഭാവത്തിലെത്തണം. എന്താണ് നമ്മളിപ്പം 55-ാം ശ്ലോകത്തിൽ കണ്ടത്? അല്ല, 54-ാം ശ്ലോകത്തിൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാക്ഷതി സമ സർവേഷു ഭൂതേഷു, അവൻ എല്ലാ ഭൂതങ്ങളിലും സമമായിട്ട് വർത്തിക്കുന്നവനാണ്. മദ്ഭക്തിം ലഭതേ പരാം, അങ്ങനെയുള്ളവനെ എന്നോട് ഭക്തി തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ ഭക്തിയുള്ളവനെ എന്നെ കൃത്യമായിട്ട് അറിഞ്ഞ് തത്വപരമായിട്ട് അറിഞ്ഞ് എന്നിൽ പ്രവേശിക്കുകയുള്ളൂ, അവനെ ആത്മസാക്ഷാത്കാരമുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ധാരണയാണ് നമുക്കിവിടെ ഇത് വേണ്ടത്. ഇത് തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശ്യേതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. ആ വിമർശിക്കുക, നിരൂപണം ചെയ്യുക, എന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യുക എന്നാണ്. ഇത് നമ്മൾ തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ഗുരു ശിഷ്യന്മാര് അധ്യയനം നിർത്തി പോകുമ്പോഴാണ്, അതായത് ഒരു കൺവൊക്കേഷൻ ചടങ്ങിൽ പറയുകയോ ഗുരു ശിഷ്യന്മാരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ നല്ല കാര്യങ്ങളെ മാത്രമേ നിങ്ങൾ അനുവർത്തിക്കാവുള്ളൂ, ചീത്ത കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കരുത്, അത് നീ കളഞ്ഞേക്കുക എന്ന്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പറയുന്നത്. വിമർശിയേതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. ആ ഫ്രീ വില്ല് നൽകുന്നത് ഈ ഭാരതീയ ആത്മീയ ചിന്തയുടെ ഒരു സവിശേഷതയാണ്. അല്ലാതെ ഞാൻ പറയുന്ന പോലെ നീ ചെയ്തോണം, ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോയി കിടന്ന് ഈ അഗ്നിയിൽപ്പെട്ട് നരകിക്കും എന്നല്ല, ഞാൻ നിന്നെ നരകത്തിൽ കൊണ്ടിടും എന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ നീ ചെയ്തോ, ഇല്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത് ഞാൻ തരുന്നതാണെന്നല്ല അവിടെ പറയുന്നത്. നീ അടുത്തത് പറയുന്നു, സർവഗുഹ്യ തമം ഭൂയക ശൃണുമേ പരമം വച ഇഷ്ടോസ്യ മേ ദൃഢം ഇതി തതോ വക്ഷ്യാമി ഹിതം തേ ഹിതം. അതായത് ഇപ്പൊ ഗുഹ്യാത് ഗുഹ്യതരം മയ എന്ന്
63 പറയുന്നു, ഇപ്പൊ 64 പറയുന്നു, നിനക്ക് ഞാൻ ഗുഹ്യതരം മയാ, ആ ജ്ഞാനം ഞാൻ നിനക്ക് തന്നു എന്ന് 63 ശ്ലോകത്തിൽ പറയുന്നു. അത് അതിനെക്കുറിച്ച് ചിന്തിച്ച് വേണ്ടതുപോലെ ചെയ്യുക എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അതിനേക്കാൾ സർവഗുഹ്യതമം, ഇനി അതിനപ്പുറം പറയാനുള്ള ഗുഹ്യതമമായിട്ടുള്ള വചസ് വാക്ക് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കാരണം എന്താണ്, നീ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ്, നിന്റെ ഹിതം പറഞ്ഞു തരികയാണ്, നിന്റെ നന്മയ്ക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. മന്മനാഭവ മക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേഷിസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. എന്നെ കുറിച്ച് തന്നെ എന്നിൽ മനസ്സർപ്പിക്കുക, എൻ്റെ ഭക്തനായിരിക്കുക, എന്നെ യജിക്കുക, എന്നെ നമസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇത് സത്യമാണ് എന്നർത്ഥം. സർവധർമാൻ പരിത്യജ്യ, എന്നിട്ട് അടുത്ത് പറയാണ്, ഇതാണൊരു 1866, ഇതൊരു വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള, ഇപ്പോഴും വിവാദത്തിൽ നിൽക്കുന്ന ഒരു ശ്ലോകമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ശ്ലോകമായിട്ടാണ് എനിക്കിത് വന്നത്. പല ആചാര്യന്മാരും ഇതിന് പേജ് കണക്കിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ 2-3 പേരുടെ വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തെറ്റിദ്ധാരണയിൽ എത്തിപ്പെട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ, എന്നെ തന്നെ ശരണം പ്രാപിക്കുക. അഹം ത്വാ സർവപാപേഭ്യോ, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി, മോചിപ്പിക്കാം. മാ ശുച, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. സർവധർമാൻ പരിത്യജ്യ, എന്താണ് ഇവിടെ ഇങ്ങനെ ഈ സർവധർമാൻ പരിത്യജ്യ എന്നുള്ളതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണം. ചില ആളുകൾ പറയുന്നു എല്ലാ മതങ്ങളെയും ഉപേക്ഷിക്കണേ, എൻ്റെ മതത്തെ മാത്രം സ്വീകരിക്കാൻ പറഞ്ഞെന്നുള്ള. അങ്ങനൊന്നുമല്ല, മതം എന്നുള്ള അർത്ഥത്തിലൊന്നും ഈ ധർമ്മം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അർജുനൻ ആദ്യം പറയുന്നത് എന്താണ്, ജാതിധർമ്മം നശിക്കുന്നു, വർണ്ണധർമ്മം നശിക്കുന്നു, അവന്റെ കുലധർമ്മം നശിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ധർമ്മങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അർജുനന്റെ പരിദേവനത്തിലുള്ളത്. ആ ധർമ്മങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും കൃഷ്ണൻ ഇവിടെ പറയുന്നത് വേണം ധരിക്കാൻ. കാരണം ഈ അർജുനന്റെ ഈ ധർമ്മചിന്ത, തെറ്റായ ധർമ്മചിന്ത, അത് ശ്രീകൃഷ്ണൻ പ്രോത്സാഹിപ്പിക്കുന്നതേ ഇല്ല. അതെല്ലാം നീ കളഞ്ഞേക്ക്, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടും, നീ വിമോചിക്കപ്പെടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജാതിധർമ്മം നശിക്കും, അല്ലെങ്കിൽ വർണ്ണസങ്കരം ഉണ്ടാകും, എൻ്റെ കുലധർമ്മം നശിക്കും, അങ്ങനെ ഞങ്ങൾ നരകത്തിൽ തന്നെ ഉള്ള കാലം മുഴുവൻ കിടക്കും, പാപം ചെയ്യുകയാണ് ഞങ്ങൾ, ഈ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തിയില്ല എന്നൊക്കെ അയാളുടെ പരിദേവന അങ്ങനെയാണ്. അങ്ങനെ ആ പരിദേവനം, അങ്ങനെ ധർമ്മചിന്തയിൽ പരിദേവനം കൊണ്ട് നിൽക്കുന്ന ഒരാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയാണ്, നീ ആ ധർമ്മങ്ങളെല്ലാം മാറ്റിവെക്ക്, ആ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നീ ചിന്തിച്ചു നോക്ക്, ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളിൽ നീ ആശ്രയിക്കുക, നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല, നീ ഒരു പാപത്തിലും ചെന്ന് പെടത്തില്ല, നിന്നെ ഞാൻ മോചിപ്പിക്കും. ഇതാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒരുപാട് ധർമ്മം എന്ന് പറഞ്ഞ ശങ്കരാചാര്യ പറഞ്ഞ സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞ ധർമ്മവും അധർമ്മവും എല്ലാം പരിത്യജിക്കാൻ, അധർമ്മം പരിത്യജിക്കണം, അതിൻ്റെ കൂടെ ധർമ്മവും പരിത്യജിക്കണമെന്നാണ് ഈ പറയുന്നതെന്നൊക്കെ. പിന്നെ അതിനെക്കുറിച്ച് ഒബ്ജക്ഷൻസ് വന്ന് അതിനെക്കുറിച്ച് ആചാര്യര് വലിയ നീളത്തിൽ അതിനെക്കുറിച്ച് ഉപന്യസിക്കുന്നതുകൊണ്ട് അവിടെ എനിക്ക് എൻ്റെ ആലോചനയിൽ, എൻ്റെ ചിന്തയിൽ വളരെ സിമ്പിളാണിത്. അയാള് ധർമ്മത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ അയാൾക്കുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ട് നീ എന്ന് പറയാനാണ് സ്വാഭാവികമായിട്ടും ഒരു സാധ്യത. അതുകൊണ്ട് നീ പറഞ്ഞ ധർമ്മങ്ങളെല്ലാം നീ മാറ്റിവെക്ക്, അതെല്ലാം നീ ആ ധർമ്മചിന്ത ഒന്നും ശരിയല്ല എന്നാണ് ശ്രീകൃഷ്ണൻ അവസാനം പറയുന്നുണ്ട്. അവസാനത്തെ ഉപദേശമാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ ദുഃഖിക്കണ്ട,
നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, നിനക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം കിട്ടും, പാപചിന്തയിൽ നിന്നും നിന്നെ അതൊന്നും ബാധിക്കത്തില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നത് ഇതൊന്നും ഇത് ഇതം തേ ന തപസ്കായ ന അഭക്തായ കഥാചന ന ശുശ്രൂഷവേ വാച്യം ന ചമേ ന ചമാം യോ അഭ്യസൂയതി. ഇത് ആർക്കൊക്കെ കൊടുക്കണം? ആ തപസ്സില്ലാത്തവർക്കും ഭക്തന്മാരല്ലാത്തവർക്കും ഒന്നും ഇത് കൊടുക്കാൻ പാടില്ല, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ, നല്ല ഭക്തിയൊക്കെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പുണ്യമാണെന്നുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. കുറെ പറഞ്ഞിട്ട് ചോദിക്കുന്നു, എങ്ങനെ അവസാനിപ്പിച്ചിട്ട് ചോദിക്കുന്നു, നിനക്ക് ഇപ്പോഴും നിനക്ക് ഇതൊക്കെ പോയോ, നിന്റെ മോഹങ്ങള് സമ്മോഹമൊക്കെ നിനക്ക് ഇല്ലാതായോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. എനിക്ക് ഇപ്പം സമൂഹമൊന്നുമില്ല, എനിക്ക് ഓർമ്മ തിരിച്ചിടുക, എനിക്ക് ചിന്തിക്കാനുള്ള ആ കഴിവ് എനിക്ക് തിരിച്ചു കിട്ടി, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നതാണ് എന്ന് അർജുനൻ പറയും. അതോടുകൂടി അവർ തങ്ങളിലുള്ള സംഭാഷണം അവിടെ അവസാനിക്കും. ഇനി അവസാനം സഞ്ജയൻ ഇത് ഉപസംഹാരം നടത്തേണ്ടത് അയാളുടെ ഈ ഗീതയെക്കുറിച്ച് അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അയാൾ പറയുന്നു, ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഇതാണ് പാർത്ഥനും വാസുദേവനും തമ്മിലുള്ള ഈ സംവാദം കേട്ട് എനിക്ക് രോമഹർഷം ഉണ്ടായി എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നിട്ട് പറയുന്നു, രാജൻ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമിച്ച മുഹുർമുഹുർ. എനിക്ക് വീണ്ടും വീണ്ടും രോമാഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ. എന്നിട്ട് ലാസ്റ്റ് 1878 ശ്ലോകങ്ങളാണ്. 78ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എത്ര യോഗീശ്വര കൃഷ്ണു എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതേർ ധ്രുവാം നീതിർമതിർമമ. പറയുകയാണ്, ആരുടെയൊക്കെയാണ്? ധൃതരാഷ്ട്രർക്ക് പറയാണ്, എത്ര യോഗീശ്വര കൃഷ്ണ, യോഗീശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, എത്ര പാർത്ഥോ ധനുർധരക, ധനുവും പിടിച്ചു നിൽക്കുന്ന പാർത്ഥൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്, ശ്രീയുണ്ട്, അതുപോലെ തന്നെ ഭൂതിയുണ്ട്. ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുണ്ട്. ധ്രുവമതിർമതിർമമ, അവിടെ നീതിയുമുണ്ട് നിശ്ചയമായിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് ധൃതരാഷ്ട്രനോടൊക്കെ പറഞ്ഞ് ഈ ഭഗവത്ഗീത അവസാനിപ്പിക്കുകയാണ്. ഗീത ആഖ്യാനം സഞ്ജയനെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ഗീതയെക്കുറിച്ചുള്ള ഈ പരമ്പര ഗുണം ചെയ്യട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ പരമ്പര അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മലയാളം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വാങ്ങി വായിക്കാൻ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ആ പുസ്തകം സഹായിക്കും. അതിൻ്റെ ആമസോൺ ബുക്സിൽ ലഭിക്കും. അത് ഒരു ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിക്കാരാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവരത് വാങ്ങിച്ച് വായിക്കുക, പഠിക്കുക. ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ഉറപ്പിക്കുകയും വേണം. അത് ജീവിതത്തിൽ പകർത്തണം. കർമ്മ അനുഷ്ഠാനത്തിൽ ഏറ്റവും മഹത്തായ തത്വങ്ങൾ, ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.